ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു അനുഭവം, ഒരു വിഷമമുണ്ടായി, ഒരു പേടിയുണ്ടായി, അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ ഉണ്ടായ ഒരു മെൻ്റലി ഉള്ള ഒരു അനുഭവമായിട്ട് പറയാൻ പോണത്. എന്തുണ്ടെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ 3 മക്കളും കൂടി ബസ്സിൽ എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരികയാണ്. തിരിച്ച് വരുന്ന സമയത്ത് എൻ്റെ മകനക്ക് തല ചുറ്റുന്നൊരു ഇതാണ്. വലിയ കുട്ടിക്ക് 13 വയസ്സായിരിക്കണം. ആ കുട്ടിക്ക് തല ചുറ്റുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു ബസ് കയറി. ആ ബസ് കയറിയിട്ട് അതിലൊരു 3/4 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. ആ 3/4 മണിക്കൂർ യാത്ര കഴിഞ്ഞ് ഞങ്ങളവിടെ വന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം ഞങ്ങൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഞാൻ മക്കൾക്ക് ഇഡ്ഡലിയും അതുപോലെ തന്നെ കോഴിമുട്ട പുഴുങ്ങിയതും പഴം പുഴുങ്ങിയതൊക്കെ വാട്ടിയതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് ലോങ് വരാനുള്ളതല്ലേ. ഇപ്പോൾ മക്കൾക്ക് ഇനി ക്ഷീണിച്ചാലോ, ഇവിടെ വന്നാലൊന്നും ഉണ്ടാക്കാനൊന്നും ഇവിടെ ഇല്ലല്ലോ, നമ്മൾ വന്നിട്ട് തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ട് വേണ്ട കൊടുക്കാൻ, അത് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്ന് വഴിയിലെത്തിയപ്പോൾ ഞങ്ങൾ ഒരു അവിൽ മിൽക്ക് മേടിച്ച് കൊടുത്ത്. പിന്നെ പാലൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ്, അവിൽ മിൽക്കിനോട് പഴത്തിനോടൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഈ അവിൽ മിൽക്കിൽ പൊതുവേ ഉള്ളതൊരു പഴവും പാലും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളല്ലേ. അപ്പോൾ ഇവർക്ക് അത് മനസ്സ് പിടിച്ചില്ല. നമുക്ക് മനസ്സ് പിടിക്കാത്ത ഭക്ഷണങ്ങൾ കഴിച്ചാൽ തന്നെ നമുക്കൊരു വൊമിറ്റ് ചെയ്യാൻ വരുന്ന പോലത്തെ ഒരു സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. എല്ലാവരുടെ അവസ്ഥ എന്താണെന്നറിയില്ല, എൻ്റെയൊക്കെ അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ മൂപ്പർക്കും അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന പിന്നെ ഞങ്ങൾ പുത്തനത്താണി, വളാഞ്ചേരിയിൽ നിന്ന് കയറി പുത്തനത്താണി വന്ന് ഞങ്ങൾക്ക് അവിടെ നിന്നൊരു പ്രൊഡക്റ്റ് മേടിക്കാണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് വന്നിട്ട് അത് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അന്ന് പിന്നെ ഞങ്ങൾ കോഴിക്കോട് ബസ്സിനാട്ടോ കയറുന്നത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ കോഴിക്കോട് ബസ് എന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നും കോഴിക്കോട് വരുമ്പോൾ മലപ്പുറം ജില്ലയിലൂടെ പാസ് ചെയ്യുന്നൊരു ബസ്സാണത്. അപ്പോൾ കോഴിക്കോട് ജില്ലയിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ തന്നെയാണ്, പക്ഷേ ആ ബസ് കോഴിക്കോട് ജില്ലയിലേക്കാണ് പോകുന്നത്. തൃശ്ശൂർ ജില്ലയിലാണ് വരുന്നത്. കൂടുതലും അതിലുണ്ടാവുക ആ ഒരു തൃശ്ശൂരിൽ നിന്ന് കയറി കോഴിക്കോട് ഇറങ്ങണ അതിൻ്റെ ഇടയിൽ നമ്മളെ പോലുള്ള ഒരു സാധാരണക്കാർ കയറി ഇറങ്ങുന്നവരുണ്ടാവും. അങ്ങനെയാണ്. അപ്പോൾ മൂപ്പർക്ക് ഒരു വെന്നിയൂർ ഒക്കെ എത്തിയ സമയത്ത് അല്ലാതെ എന്തൊക്കെയോ തല കറങ്ങാൻ, എന്താണെന്ന് മൂപ്പർക്ക് മനസ്സിലാവില്ല. വിയർക്കുക, തളരുക ഒക്കെ ചെയ്യുക. അല്ലെങ്കിൽ മൂപ്പർക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ടില്ല, ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ചെറിയ കുട്ടി ഉണ്ടായ കാരണം എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്രണ്ടിലാണ്, നന്ന മുന്നിലാണ്. അധികം ഞാൻ എൻ്റെ കൂടെ നിർത്താറ്. പക്ഷേ ഇപ്പോൾ 13 വയസ്സൊക്കെ ആയപ്പോൾ നല്ല ഹൈറ്റും ഉണ്ടാവും മൂപ്പര്. അപ്പോൾ പിന്നെ ഞാൻ കൂടെ നമ്മളെ മുന്നിൽ നിർത്തലില്ല, ബാക്കിൽ തന്നെ കയറ്റി ചോദിക്കും. പിന്നെ ബാക്കിൽ കയറിക്കോളി എന്ന് പറയാറാണ്. ഇവിടെ ഈ പെണ്ണുങ്ങളെ ഇടയിൽ ബുദ്ധിമുട്ടുണ്ടല്ലോ വിചാരിച്ചിട്ട് ബാക്കിൽ കയറിക്കോട്ടെ ചോദിക്കല്ലാണ്. പിന്നെ ബസ് ഇറങ്ങി കഴിഞ്ഞാലും തന്നെ ഓടി എൻ്റെ അടുത്തേക്ക് വരിക ചെയ്യുക. മുന്നിൽക്കൊണ്ട് വരും, ഉമ്മ ഇറങ്ങിയിട്ടില്ലേ, കുട്ടി ഇറങ്ങിയിട്ടില്ലേ, കുട്ടിയെ പിടിച്ചിട്ടില്ലേ ഒക്കെ നോക്കാൻ സാധനങ്ങളൊക്കെ ഉണ്ടാവണമല്ലോ എൻ്റെ കയ്യിൽ വിചാരിച്ചിട്ട്. പക്ഷേ ലഗേജ് ഞാൻ വാങ്ങിച്ച് പിടിച്ചിരുന്നുണ്ട്. എനിക്ക് സീറ്റ് കിട്ടിയപ്പോൾ ഞാൻ ലഗേജ് മൂപ്പരെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വലിയ ലഗേജൊന്നും ഉണ്ടായിട്ടില്ല, ചെറിയൊരു ലഗേജ് ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ഞങ്ങൾ കുറേ ദിവസത്തിന് പോകുമ്പോൾ വലിയ ലഗേജ് ഉണ്ടാകും. പക്ഷെ ഞങ്ങൾ പെട്ടെന്ന് പോയി പോരാന്നുള്ള രീതിയിൽ കുഞ്ഞൊരു ലഗേജ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കയ്യിൽ കേട്ടോ. അങ്ങനെ മൂപ്പര് ക്ഷീണം കാരണം ബസ്സിലാണ്ട് നിലത്തിരുന്ന് അതിൽ സീറ്റിലിരിക്കണ ഒരു കാക്ക ചോദിച്ചു, എന്താ കുട്ടി ചോദിച്ചാലോ. അപ്പോൾ ഭയങ്കര ക്ഷീണം വയ്യ പറഞ്ഞത്. അപ്പോൾ മൂപ്പര് വിചാരിച്ചത്ര മലപ്പുറം ജില്ലയിൽ കൂടെ ഒക്കെയാണല്ലോ പോണത്, മലപ്പുറം ജില്ലക്കാരല്ലേ, എന്തായാലും എന്നെ ആരെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ച് എവിടെയെങ്കിലും ഒന്ന് ഇരുത്തുമായിരിക്കും എന്ന് കരുതിയത്ര മൂപ്പര്. പക്ഷേ ഞാൻ പറയാം, അത് തൃശ്ശൂർ ജില്ലയിൽ നിന്നും കോഴിക്കോട് ജില്ലയിലേക്ക് വരുന്ന ഒരു ബസ്സായതുകൊണ്ട് അതിൽ ആ 2 ജില്ലക്കാരാവും ഉണ്ടാവും ഏറ്റവും കൂടുതൽ. അതുകൊണ്ടായിരിക്കും സീറ്റ് കിട്ടാതെ പോയത് എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മൂപ്പര് എന്നിട്ട് ഭയങ്കര ഒരു ക്ഷീണം കാരണം അവിടെ ഇരുന്ന് ഇരുട്ടടിച്ച് കണ്ണൊന്നും കാണുന്നില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. നല്ല കണ്ണും കണ്ട് മൂടിയ പോലെ എനിക്ക് അനുഭവപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് പിന്നെ കക്കാടെത്തിയപ്പോൾ ഒരു ചെവിയിലിങ്ങനെ നമുക്ക് തല കറങ്ങാന്ന് പറയുമ്പോൾ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു കുറച്ച് സമയമുള്ളത്, പറ്റ ബോധം കൊണ്ട് എന്തോ ആയി പോവുക, ഒത്തിരി നേരമൊക്കെ അല്ല ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ശരിയാവും. അങ്ങനെ മൂപ്പർക്ക് ആ വൈബ്രേഷൻ തുടങ്ങിയത് ഒരു വെന്നിയൂരൊക്കെ എത്തിയ സമയം. വെന്നിയൂരൊക്കെ മൂപ്പരെ കണ്ണിൽ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വിളിക്കണത് കേട്ടിട്ടുണ്ടെന്നാണ് പറയണത്. അത് കഴിഞ്ഞിട്ട് കക്കാടെത്തുന്നതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സന്ദർഭത്തിലാണ് മൂപ്പർക്ക് ആ ഒരു ഉണ്ടായി കഴിഞ്ഞത്. എന്നിട്ട് പിന്നെ അത് ഞങ്ങൾ ബസ് ഇറങ്ങിയപ്പോൾ നേരെ ഓടിയിട്ട് വെയിറ്റിംഗ് ഷെഡിൽ പോയിട്ടാണ് കിടന്ന്. കക്കാട് വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കാനുള്ള ഒരു സൗകര്യം കണ്ട്, നില വൃത്തിയില്ലെങ്കിലും ഇരിക്കണ ഒരു സ്ഥലം ഒരു സ്റ്റീലിൻ്റെ ഒരു റോളായ കാരണം അതിൽ വലിയൊരു വൃത്തികേടില്ല. എന്നിട്ട് അവിടെ തിരക്കുമില്ലായിരുന്നു പൊരുത്തത്തിന്. എന്നിട്ട് അവിടെ ഓടിപ്പോയിട്ട് അവിടെ കിടന്നിട്ട് പിന്നെ കണ്ടീന്ന് വിയർത്തിട്ട് മടിയിൽ തല വെച്ച് അനിയന് വേഗം കാക്കാക്ക് എന്തോന്ന് വെച്ച് ഇറങ്ങി ഓടിയിട്ട് ഏട്ടൻ്റെ തല പിടിച്ചിട്ട് മടിയിൽ വെച്ച് ഉമ്മ ഒരു ദിവസം വെള്ളം മേടിക്കി കൊടുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം മടിയിൽ വെച്ചപ്പോൾ മടിയൊക്കെ നനഞ്ഞ്
അത്രക്കും കൊണ്ട് വിയർത്ത് കുട്ടികളുടെ ആകെ ഞാൻ ആകെ പേടിച്ചു കേട്ടോ. വേറെ അത്രയും വലിയൊരു കുട്ടിക്ക് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ എനിക്കിത് എടുത്തു കണ്ടെന്ന് ഒരു വണ്ടിയിലേക്ക് കയറ്റി കിടത്താനും കൂടി വയ്യാത്തൊരിതല്ലേ. അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളല്ലേ, നമ്മൾ വലിയോലല്ലേ, ചെറിയ കുട്ടികൾക്കും ഓരുടേതായിട്ടുള്ള ക്ഷീണങ്ങളും തളർച്ചകളും. പനി ഉണ്ടായിരുന്നു കേട്ടോ മൂപ്പർക്ക്. പനി ഇങ്ങനെ പുറത്തേക്ക് നല്ല പനിക്കാറില്ല. പിന്നെ ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ മൂപ്പർക്ക് നന്നായിട്ട് അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും. ചെറിയ കുട്ടിയാകുമ്പോഴേ ഞാൻ തന്നെയാണ് പനി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ പനി ഇതുവരെയും മാറിയിട്ടൊന്നുമില്ല. കാണിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ അന്ന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നല്ല ക്ഷീണം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളല്ലേ എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ബസ്സിലിങ്ങനെ ഇരിക്കുമ്പോൾ മൈൻഡ് ചെയ്യാതിരിക്കരുത്. അവരുടെ മുഖത്തും അവരുടേതായ ക്ഷീണങ്ങളും ഒന്നും കാണുകയാണെങ്കിൽ നമ്മളൊന്ന് സഹകരിക്കണം. കാരണം നമുക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മളല്ലേ മനസ്സിലാക്കുക. അതുപോലെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാക്കിയതാണ്. കുട്ടികൾക്കും ബസ്സിൽ സീറ്റൊക്കെ ഉണ്ട്. അങ്ങനെയെന്ന് വെച്ചാലല്ല, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം സീറ്റൊക്കെ ഉണ്ട്. നമ്മൾ വിദ്യാർത്ഥിയായി പോയതല്ലെങ്കിലും നമ്മൾ ഇങ്ങനെ വയ്യാത്ത ഒരു അനുഭവം കണ്ടിട്ട് ആ കാക്കാക്ക് എന്ത് തോന്നിയെന്നറിയില്ല. ആ കാക്കാക്ക് അത്രയും അതിലേറെ ലോങ് പോകാനുള്ളതായതുകൊണ്ടായിരിക്കാം ആ കാക്ക ഒന്ന് എഡീറ്റ് കൊടുക്കാഞ്ഞത്. അല്ലെങ്കിൽ മടിയിലൊക്കാൻ പറ്റുന്ന പ്രായമല്ലല്ലോ. എന്തായാലും അവിടെ ഇരുന്നപ്പോൾ ഇരിക്കല്ലേ വിചാരിച്ചിരിക്കും, എന്താണെന്ന് അറിയില്ല. നല്ല തിരക്കായിരുന്നു ബസ്സിൽ. അധികം ആ ഒരു കോഴിക്കോട് തൃശ്ശൂർ ഏരിയ ആ ബസ് ഉണ്ടല്ലോ, ഫുൾ ടൈം സമയം തിരക്കുള്ള സമയമാണ്. തിരക്കില്ലാത്തൊരു സമയമല്ല. കാരണം രാവിലെ എന്ന് പറഞ്ഞാൽ ഓഫീസിലേക്കും അതേപോലെ പഠിക്കാനും ആയിട്ടും അതേപോലെ പല ആവശ്യങ്ങൾക്ക് ഡോക്ടറെ അടുത്തൊക്കെ പോകുന്ന ആളുകളുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഉച്ചക്കാണെങ്കിലും തന്നെ സമയം പകുതി ഹാഫ് ടൈമായിട്ട് ജോലി ചെയ്യുന്ന ആളുകളും പിന്നെ സാധാരണ പോലെ യാത്രക്കാരും. ഒരു ദിവസമെങ്കിലും ഞങ്ങൾ ബസ് കയറിയിട്ട് ഒരു തിരക്കില്ലാതെ പോയിട്ടില്ല ഇന്ന് ഈ കാലം വരെ. സീറ്റ് കിട്ടാറൊന്നുമല്ല, സീറ്റ് വാങ്ങിച്ച് തരാറാണ്. പിടിച്ച് പറിച്ച് വാങ്ങാന്ന് അറിയില്ല നമ്മൾ, അതേപോലെ വാങ്ങി തരാറാണ്. അതൊക്കെയാണ് ഈ ഒരു ബസ് യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഉള്ളൂ. എൻ്റെ ഒരു അനുഭവം പറഞ്ഞത് മാത്രം. നിങ്ങൾക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മൾ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മൾ വീഡിയോ പോസ്റ്റ് ഇടുമ്പോൾ കാണണമെങ്കിൽ നിങ്ങൾ ബെൽ ബട്ടൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അതാണ് ഇന്നത്തെ വീഡിയോ. ബൈ.